നമസ്കാരം. കഴിഞ്ഞ ചൊവ്വാഴ്ച പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺഖ മേഖലയിൽ ചാവേർ ബോംബാക്രമണത്തിൽ 5 ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടിരുന്നു. അതിന് മണിക്കൂറുകൾക്ക് ശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇസ്ലാമാബാദിലെ ചൈനീസ് എംബസിയിലേക്ക് പാഞ്ഞെത്തി സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമം നടത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിന്റെ എംബസിയിലേക്ക് ഒരു പ്രധാനമന്ത്രി പോയി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നത്. ചിലർ ചൈനീസ് എംബസി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ എംബസിയിലേക്ക് വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചുവെന്നും വിമർശന വിധേയമായി പറയുന്നുണ്ട്. സാധാരണ മറ്റ് രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ എംബസികളിൽ നിന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തിയാണ് പ്രശ്നപരിഹാരത്തിന് രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ പ്രകാരം സംഭവത്തെക്കുറിച്ച് ഉയർന്ന തലത്തിലുള്ള അന്വേഷണം നടത്താനും കുറ്റവാളികളെയും സഹായികളെയും ശിക്ഷിക്കുമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ചൈനയ്ക്ക് ഉറപ്പു നൽകി. ചൈനീസ് എംബസി വിട്ട് മിനിറ്റുകൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവന പുറത്തുവന്നത്. ചാവേർ ബോംബാക്രമണത്തിൽ 5 ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടതാണ് പാകിസ്ഥാന് വലിയ നാണക്കേട് ഉണ്ടാക്കിയത്. വടക്കു പടിഞ്ഞാറൻ ഖൈബർ പക്തൂൺഖ പ്രവിശ്യയിലെ അണക്കെട്ട് പദ്ധതി ഉൾപ്പെടെ ചൈനയും കൂടി ഉൾപ്പെട്ടാണ് നടത്തുന്നത്. ഷഹബാസ് ഷെരീഫിന്റെ ഓഫീസ് മറ്റൊരു പ്രസ്താവനയും പുറത്തിറക്കി. ഞാനടക്കം മുഴുവൻ രാജ്യത്തിന്റെയും സഹതാപം ചൈനീസ് പൗരന്മാരുടെ കുടുംബത്തോടൊപ്പമാണ് എന്നാണ് പറഞ്ഞത്. അതേസമയം ചൈനീസ് പൗരന്മാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാനിൽ വ്യാപകമാണ്. പാകിസ്ഥാന്റെ വിവിധ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ധാതു സമ്പന്നമായ ഖൈബർ പക്തൂൺഖ, ബലൂചിസ്ഥാൻ മേഖലകളിൽ ചൈന ഒന്നിലധികം അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ആരംഭിച്ചതു മുതൽ ആക്രമണങ്ങൾ വളരെയധികം കുതിച്ചുയർന്നു. 2023 പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനിൽ വാഹനവ്യൂഹത്തിൽ സഞ്ചരിക്കുമ്പോൾ ചൈനീസ് എഞ്ചിനീയർമാർ ആക്രമിക്കപ്പെട്ടു. ബലൂചിസ്ഥാൻ മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ CPEC പദ്ധതി നടത്തിയിട്ടും പ്രാദേശിക പ്രശ്നങ്ങളെ തുരങ്കം വെച്ചുകൊണ്ട് ചൈനക്കാർ പീഡനത്തിന് ഇരയായ സാഹചര്യത്തിലാണ് കൃത്യമായ വിവരങ്ങൾ മറച്ചുവെക്കാനുള്ള മാർഗമെന്ന നിലയിൽ പരസ്പര വിരുദ്ധമായ പ്രസ്താവനയും പാകിസ്ഥാനിൽ നടക്കുന്നത്. പ്രാദേശിക മാധ്യമങ്ങളിൽ ആക്രമണം പാകിസ്ഥാന്റെ സാമ്പത്തിക നിലനിൽപ്പ് പ്രധാനമായും ആശ്രയിക്കുന്ന ഒരു ബന്ധത്തെ തുരങ്കം വെക്കാനുള്ള ശ്രമമായി വ്യാപകമായി ഈ ആക്രമണങ്ങൾ കണക്കാക്കപ്പെടുന്നുണ്ട്. കാരണം ചൈന $65 ബില്യൺ ഊർജം, അടിസ്ഥാന സൗകര്യങ്ങൾ, മറ്റ് പദ്ധതികൾ എന്നിവയിൽ പാകിസ്ഥാനിൽ നിക്ഷേപിക്കുന്നുണ്ട്. ഏതായാലും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ചൈനീസ് എംബസിയിലെത്തി കാലി പിടിച്ചത് പാകിസ്ഥാന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.